സൈറസ് ഒരു സത്രപ് സിസ്റ്റം നടപ്പിൽ വരുത്തുന്നു. അതായത് സാമ്രാജ്യത്തെ പല പ്രവിശ്യകളായി വിഭജിച്ച് ഓരോന്നിനും സത്രപ്പുകൾ എന്ന് വിളിക്കപ്പെടുന്ന ഗവർണർമാരെ ഭരിക്കുവാനായിട്ട് നിയമിക്കുന്നു. ഈ സമ്പ്രദായം പ്രാദേശിക ഭരണം ഉറപ്പാക്കുന്നതോടൊപ്പം തന്നെ കേന്ദ്രീകൃതമായ ഒരു നിയന്ത്രണവും ഉറപ്പാക്കുന്നു. വിദൂര പ്രദേശങ്ങളിലുള്ള തൻ്റെ ജനങ്ങളോട് പോലും നേരിട്ട് ഭരണപരമായി ഒരു ബന്ധം സ്ഥാപിക്കുവാനായിട്ട് ഇതുമൂലം സൈറസിന് സാധിച്ചു. സമാനമായ സിസ്റ്റമൊക്കെ ഇന്നും ലോകത്ത് നിലവിലുണ്ട് എങ്കിലും അത് എത്രത്തോളം സാധാരണ ജനങ്ങൾക്ക് അനുഭവവേദ്യമാകുന്നു എന്നത് ഒരു ചോദ്യം തന്നെയാണ്. ഓരോ പ്രദേശത്തിൻ്റെയും ഉൽപാദന ശേഷിക്കനുസരിച്ച് ന്യായവും ചിട്ടപ്രകാരവുമുള്ള ഒരു നികുതി സമ്പ്രദായം ആവിഷ്കരിക്കുന്നു. വളരെ പ്രൊഫഷണലായ ഒരു സൈനിക വ്യൂഹം സൃഷ്ടിച്ചെടുക്കുന്നു. പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായി പസാർഗഡ് നഗരം സ്ഥാപിക്കുന്നു. കലാപരമായ നിർമ്മാണ പ്രവർത്തനങ്ങളാലും അടിസ്ഥാന സൗകര്യ ലഭ്യതയാലും പസാർഗഡ് ലോകത്തിന് മുമ്പിൽ തല ഉയർത്തി നിലകൊണ്ടു. ആശയവിനിമയത്തിനും വ്യാപാരങ്ങൾക്കുമായി വിവിധ പ്രദേശങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് അതീവ നിലവാരമുള്ള റോഡുകൾ നിർമ്മിക്കപ്പെട്ടു. പിൽക്കാലത്ത് ഡാറിയസ് രാജാവ് പൂർത്തിയാക്കിയ റോയൽ റോഡ് ഇതിന്റെ തുടർച്ചയാണ്. ഹെറോഡോട്ടസിന്റെ ഐതിഹ്യങ്ങളിലൂടെ സൈറസിന്റെ ജനനം അറിഞ്ഞ നമുക്ക് അദ്ദേഹത്തിന്റെ അന്ത്യനാളുകളെക്കുറിച്ച് അറിയുവാനും ഹെറോഡോട്ടസിനെ തന്നെ ആശ്രയിക്കാം. പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ കിഴക്കൻ അതിർത്തിയിലെ മസാഗതെ എന്ന നാടോടി ഗോത്രവുമായി സൈറസ് ഒരിക്കൽ യുദ്ധത്തിലേർപ്പെട്ടു. മസാഗതെ ഗോത്രത്തിലെ രാജ്ഞി തോമറിസിന്റെ മകനെ സൈറസ് വധിക്കുന്നു. ആ ഒടുങ്ങാത്ത പക മനസ്സിൽ സൂക്ഷിച്ച തോമറിസ് രാജ്ഞി തൻ്റെ സൈന്യത്തോട് സൈറസിന്റെ സൈന്യത്തെ തോൽപ്പിച്ച് അവനെ വധിച്ചേ മതിയാകൂ എന്ന് ഉത്തരവിടുന്നു. തങ്ങളുടെ രാജ്ഞിക്ക് വേണ്ടി തോമറിസിന്റെ സൈന്യം വളരെ ആത്മാർത്ഥതയോടെ വീര്യത്തോടെ സൈറസിന്റെ സൈന്യത്തോട് പോരാടി അവരെ തോൽപ്പിക്കുന്നു. തോമറിസ് രാജ്ഞി സൈറസിനെ വധിച്ച് അദ്ദേഹത്തിന്റെ ശിരസ്സറുത്ത് ഒരു താലത്തിലിട്ട് നിനക്ക് മതിയാവോളം ഇനി രക്തം കുടിക്കാം എന്ന് ആ മൃതശിരസിനെ നോക്കി പരിഹസിച്ചതായി ഹെറോഡോട്ടസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ കഥ എത്ര കണ്ട് യാഥാർത്ഥ്യമാണ് എങ്കിലും ഒരിക്കൽ സൈറസ് അവസാനിച്ചു. തലസ്ഥാന നഗരമായ പസാർഗഡിൽ അദ്ദേഹം തന്നെ നിർമ്മിച്ച ശവകുടീരത്തിൽ സൈറസ് രണ്ടാമൻ എന്ന പേർഷ്യൻ ചക്രവർത്തി അന്ത്യവിശ്രമം കൊള്ളുന്നു.